ഈ പെൺകുട്ടി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഒരു കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇവരുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഇവര് ഫോണിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവര് കുഞ്ഞിനെ ഇരുത്തിക്കൊണ്ട് വന്ന ഒരു ബേബി സ്ട്രോളർ ഇവരറിയാതെ റോഡിലേക്ക് പതുക്കെ ഉരുണ്ട് നീങ്ങുവാൻ തുടങ്ങി. പക്ഷേ അത് റോഡിലേക്ക് ഉരുണ്ട് ഇറങ്ങാൻ മുമ്പ് തന്നെ പെട്ടെന്ന് ഒരു ഭിക്ഷക്കാരൻ ചാടി വീണ് അത് തടയുകയാണ്. എന്നാൽ ഈ കാഴ്ച കണ്ട ആ പെൺകുട്ടി പെട്ടെന്ന് വിളിച്ചു കൂവുകയാണ്, അയ്യോ എന്റെ കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നേ, രക്ഷിക്കണമെന്ന് വിളിച്ചു കൂവിയ സമയത്ത് ഈ ശബ്ദം കേട്ട് ഒരുപാട് ആളുകളും അവിടെ ഓടിക്കൂടുന്നുണ്ട്. ഈ ഓടിക്കൂടിയ ആൾക്കാരടുത്ത് ഈ പാവം പിടിച്ച മനുഷ്യൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രോഷാകുലരായ ആളുകൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞ ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. പുള്ളിക്കാരൻ പേടിച്ചു. അടി കൊണ്ടേക്കാമെന്ന പേടിയിൽ പുള്ളിക്കാരൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവരെല്ലാം കടന്നു പിടിച്ച് പുള്ളിക്കാരനെ വീണ്ടും ഇടിക്കുക. ആ ഇടി കൊണ്ട സമയത്തൊന്നും പുള്ളിക്കാരൻ ഒരു അക്ഷരം പോലും പറയുന്നില്ല. കാരണം പറഞ്ഞതൊന്നും അവർ കേൾക്കാറില്ല. ഇൻ കേസ് പറഞ്ഞാലും അവർ വിശ്വസിക്കാനും പോകുന്നില്ല. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് പുള്ളിക്കാരനെ പിടിച്ചോണ്ട് പോവുകയാണ്. അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കി. ആ സമയത്ത് ഒരുപാട് എവിഡൻസിന്റെ കൂട്ടത്തിൽ CCTV ഫുട്ടേജുകൾ കോടതി പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പുള്ളിക്കാരനെ കുഞ്ഞിനെ രക്ഷിക്കുന്നതായിട്ട് അതിൽ തെളിഞ്ഞു വരികയാണ്. എല്ലാവരും ഞെട്ടി, എല്ലാവർക്കും ഒരുപാട് സങ്കടം തോന്നി. ആ സമയത്ത് ജഡ്ജി തന്നെ നേരിട്ട് പുള്ളിയെടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും നേരം ഈ സത്യാവസ്ഥ ആരോടും പറയാഞ്ഞത്? അപ്പൊ പുള്ളി പറഞ്ഞൊരു മറുപടി ഉണ്ട്, സാർ എന്നോട് ഇതുവരെ ഒരാൾ പോലും അത് ചോദിച്ചില്ല സാർ. അതിനെപ്പറ്റി ഒരാൾ പോലും ഇതുവരെ എന്നോട് ചോദിച്ചില്ല സാർ. ചിലപ്പോൾ എൻ്റെ ഈ രൂപം കണ്ടിട്ടായിരിക്കാം, ചിലപ്പോൾ ഞാൻ വീടും കൂടുമില്ലാത്ത ഒരു ഭിക്ഷക്കാരനായതുകൊണ്ടായിരിക്കാം ഒന്നും ചോദിക്കാതെ അവരെന്നെ ആക്രമിച്ചത്. ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താ? എനിക്ക് മനസ്സിലായത് ജഡ്ജ്മെന്റൽ. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ പുള്ളിക്കാരൻ അങ്ങനെ ആയിരിക്കും എന്നങ്ങ് ഉറപ്പിക്കുന്ന സ്വഭാവം നമ്മളെല്ലാ മനുഷ്യർക്കും ഉള്ളതാ. മുടി നീട്ടി വളർത്തിയ കഞ്ചാവാണെന്ന് പറയും, കുറിയിട്ടാൽ സംഖ്യയാണെന്ന് പറയും, മീശ പഠിച്ചാൽ അവൻ തീവ്രവാദിയാണെന്ന് പറയും. ഇങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അതിന്റെ കവർ കണ്ട്, ഒരു ബുക്കിന്റെ പുറം പേജ് കണ്ട് ഒരിക്കലും ആ ബുക്കിനകത്തുള്ളത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഞാൻ എന്താണെന്ന് എൻ്റെ ഈ ലുക്കൊന്നും കണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.